ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുധി തൻ്റെ ഫോണിൽ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം ഇവൾ അടിച്ചു മാറ്റിയ അതേ ദിവസം തന്നെയാണ് ഇവൾ കാനഡയിലോട്ട് കടന്നു കളഞ്ഞതെന്ന് സുധി പറയുമ്പോൾ നീലിം അതിനനുസരിച്ച് കള്ളങ്ങളും മാറ്റി പറയുന്നുണ്ട്. സാർ അങ്ങനെയൊന്നുമല്ല, ഇയാൾ എന്നെയാണ് ആദ്യം വിട്ടത്. അതിന് പുറകെ സുധി വരാമെന്ന് പറഞ്ഞിട്ട് എന്നെ കാനഡയ്ക്ക് വിട്ടു. പക്ഷെ പുറകെ ഇയാൾ വന്നില്ല. ഇയാൾ ഇവിടെ കല്യാണം കഴിച്ച് വേറെ സുഖമായിട്ട് ജീവിക്കുന്നു. ശരിക്കും പറ്റിച്ചത് ഈ മനുഷ്യനാണെന്നാണ് നീലിമ പറയുന്നത്. അപ്പോൾ സുധി പറയുന്നുണ്ട്, സാർ ഞാൻ എൻ്റെ പൈസ ഇവൾക്ക് അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ട് ഞാൻ ഇവിടെ വേറെ കെട്ടി ജീവിക്കുക സാർ. എൻ്റെ പൈസ മൊത്തം അടിച്ചു മാറ്റി ഓടിപ്പോയ കള്ളിയാണ് ഇവള് കള്ളം പറയുവാന്ന് സുധി വാദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, സാർ ഇവളെ ലോക്കപ്പിലിട്ട് അറസ്റ്റ് ചെയ്യണം സാർ, എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും നീലിമ എവിടെ നിന്ന് വിട്ടുകൊടുക്കാൻ നീലിമ പറയുന്നു, സാർ ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. എൻ്റെ അക്കൗണ്ടിൽ പൈസ കണ്ടിട്ട് ഇവർ കള്ളം പറഞ്ഞ് എൻ്റെ പൈസ അടിച്ചു മാറ്റാൻ നോക്കുവാണെന്നാണ് നീലിമ പറയുന്നത്. പക്ഷേ പോലീസുകാരൻ നീലിമയോട് പറയുന്നുണ്ട് കേട്ടോ, മര്യാദയ്ക്ക് ഇവരുടെ പൈസ കൊടുത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കേസാക്കും, പിന്നെ കളി മാറും എന്നൊക്കെ പോലീസുകാരാ നീലിമയെ വഴക്ക് പറയുമ്പോഴേക്കും നീലിമ പറയും, എനിക്കിനി നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, എൻ്റെ ലോയർ പറ്റി അവർ നിങ്ങളായിട്ട് സംസാരിച്ചോളും, അതിൽ കൂടുതൽ എനിക്കിനി ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് നീലിമ പറയുന്നത്. അതേസമയം പുറത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ രേവതി. എത്ര നേരമായി ഇവിടെ ഇരിക്കുന്നു, ഇവരിനി എനിക്ക് വണ്ടി വിട്ട് തരില്ല എന്നൊക്കെയുള്ള ചിന്തയാണ് രേവതിയുടെ മനസ്സിൽ. സച്ചിനെ വിളിച്ച് പറയാനും പേടിയാണ്, കാരണം സച്ചിയേട്ടൻ ചീത്ത പറയുമെന്നോർത്ത് അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേക്കും സച്ചി രേവതിയെ വിളിക്കുന്നുണ്ട്. സച്ചി ചോദിക്കും, രേവതി നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി ഓർക്കും, ഇനി സച്ചിയേട്ടൻ എല്ലാം അറിഞ്ഞിട്ട് വിളിക്കുവാണോ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ. അല്ല വീട്ടിലാണെങ്കിൽ എനിക്ക് കഴിക്കാൻ വേണ്ടി വരാനായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞാൻ വീട്ടിലില്ല എന്ന് പറയുമ്പോഴേക്കും, വീട്ടിലില്ലേ പൂ കൊടുക്കാൻ പോയിരിക്കുവാണോ. അപ്പോൾ രേവതി പറയും, ഇല്ല സച്ചിയേട്ടാ എന്ന് പറഞ്ഞ ഒരു കരച്ചിലാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തിനാ രേവതി എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറഞ്ഞ് കരയുവാണ്. അപ്പോൾ സച്ചി പറയും, കരച്ചിൽ നിർത്ത്, ആദ്യം കാര്യം പറയാമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എൻ്റെ വണ്ടി കൊണ്ടുപോയി സച്ചിയേട്ടാ എന്ന് പറയുമ്പോൾ സച്ചിയേട്ടൻ പറയും, ആര് ആ കോർപ്പറേഷൻകാർ വീണ്ടും വന്ന് എടുത്തോണ്ടും പോയോ, വണ്ടിയിൽ കൂടി പൂ വിൽക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ എന്ന് പറയുമ്പോൾ രേവതി പറയും, കോർപ്പറേഷൻകാരല്ല പോലീസുകാരാ. അപ്പോൾ സച്ചിൻ എട്ടുവേ, പോലീസുകാരോ, അവരെന്തിനാ വണ്ടി എടുത്തുകൊണ്ടും പോയെന്ന് പറയുമ്പോൾ രേവതി പറയും, ഞാൻ കണ്ടില്ല സച്ചിയേട്ടാ, വണ്ടി പാർക്ക് ചെയ്തിട്ട് പൂ കൊടുക്കാൻ വേണ്ടി പോയതാ, എളുപ്പം വരാമെന്നാണ് ഓർത്തത്, പക്ഷേ നോ പാർക്കിങ്ങിലാണ് ഞാൻ പാർക്ക് ചെയ്തത്, അപ്പോൾ പോലീസുകാരെൻ്റെ വണ്ടി എടുത്തുകൊണ്ടും പോയി, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഓ നിന്നോട് ആരാണ് ആ പാർക്കിങ്ങിൽ കൊണ്ടേ നോ പാർക്കിങ്ങിൽ കൊണ്ടേ വണ്ടി ഇടാൻ പറഞ്ഞത്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ രേവതി എന്ന് പറയുമ്പോൾ രേവതി പറയും, സച്ചിയേട്ടാ ഞാൻ അറിഞ്ഞോണ്ടല്ല അറിയാതെ ഞാൻ ബോർഡ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് കരയുവാണ്. അപ്പോൾ സച്ചി പറയും, ആ ശരി ശരി കരയണ്ട, ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ്. അതേസമയം സ്റ്റേഷൻ്റെ അകത്താണെങ്കിൽ നീലിമയുടെയും സൂതിയുടെയൊക്കെ വാക്തർക്കങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രേവതിക്ക് അറിയില്ല ഇവർ പോലീസ് സ്റ്റേഷൻ്റെ അകത്തുള്ള കാര്യങ്ങളൊന്നും. അപ്പോഴേക്കും നമ്മുടെ നീലിമയുടെ ലോയർ വരുന്നുണ്ട്. ആ അഡ്വക്കേറ്റ് വന്നിട്ട് പോലീസുകാരനോട് സംസാരിക്കുന്നുണ്ട്, സാർ എന്തിനാണ് സാർ എൻ്റെ കക്ഷി ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട്, ഇവരുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി കാനഡയിൽ പോയി സുഖിച്ച് ജീവിക്കുകയായിരുന്നു ഇവളെ, ഇപ്പോഴാണ് പിടിച്ചതെന്നൊക്കെ പറയുമ്പോഴേക്കും ലോയർ പറയും, സാർ ഇവർ കാനഡയിൽ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ബിസിനസ് നടത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഇവരെങ്ങനെയാണ് സാർ ഇവരുടെ പൈസ അടിച്ചുകൊണ്ടും പോകുന്നതെന്ന് വക്കീൽ വാദിക്കുന്നുണ്ട്. അപ്പോൾ സുധി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ചുകൊണ്ടും പോയി, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലോട്ട് പണം ട്രാൻസ്ഫർ ആയതിൻ്റെ രേഖകളൊക്കെ ഉണ്ടെന്ന് സുധി പറയുമ്പോൾ വക്കീൽ പറയും, അങ്ങനെ ഒരാളുടെ അനുമതി ഇല്ലാണ്ട് ഒരു അക്കൗണ്ടിലോട്ട് പൈസ മാറ്റാൻ പറ്റത്തില്ല, നിങ്ങൾ സൈൻ ഇട്ട് കൊടുത്ത പേപ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പോലീസുകാരനെ സുധിക്ക് സൈൻ ഇട്ട് കൊടുത്ത ബാങ്ക് പേപ്പറൊക്കെ കാണിച്ചു കൊടുക്കുവാണേ. അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വരും. ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ അങ്ങനെ എന്തെങ്കിലും സൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അത് ആ ടൈമിൽ ഇവൾ എന്തൊക്കെയോ പേപ്പർ കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ സൈൻ ഇട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുവേ, ഇത്രയും പഠിച്ചിട്ടുണ്ടല്ലോ എന്നിട്ടൊരു സൈൻ ഇടാൻ പോകുമ്പോൾ ആ പേപ്പറിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നതെന്നൊന്ന് വായിച്ചു നോക്കിക്കൂടെ സുധി എന്ന് പറയുന്നുണ്ട്. അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, കണ്ടോ സാർ ഇയാളുടെ അനുമതിയോട് കൂടി തന്നെയാണ് എൻ്റെ കക്ഷി പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതെന്ന് വക്കീൽ വാദിക്കുവാണേ. സുധി അപ്പോൾ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി പോലീസുകാരനോട് പറയുന്നുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആകുന്ന ടൈമിൽ ഇവളെ എനിക്ക് കുറേ ഫോമൊക്കെ കൊണ്ടു തന്നു, അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ സൈൻ ഇട്ട് പോയതാണ്, പക്ഷേ ഇങ്ങനെയുള്ളൊരു ട്രാപ്പാണെന്ന് എനിക്കറിയില്ലായിരുന്നു സാർ, ഇവളെന്നെ പറ്റിച്ചതാണെന്നാണ് സുധി പറയുന്നത്. പക്ഷേ നീലിമയുണ്ട് വിട്ടുകൊടുക്കുന്നു. നീലിമ പറയുന്നത്, ഞാൻ ഇവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണ്, പക്ഷേ ഇവനാണ് എന്നെ പറ്റിച്ചത്, വേറെ പെണ്ണിനെ കെട്ടി ഇവനാണ് സുഖമായിട്ട് ജീവിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവേ. പിന്നെ ശ്രുതിയും നീലിമയും കൂടി സ്റ്റേഷനിൽ ഇരുന്നൊരു വാക്ക് തർക്കങ്ങളാണ്. ശ്രുതി
പറയുന്നുണ്ട്, ട്രൂ ലവോ? നീ ആരെയാടി ട്രൂ ലവ് ചെയ്തത്? നീ ഇവൻ്റെ പൈസ കണ്ടിട്ടല്ലേ, സുധിയുടെ പൈസ കണ്ടിട്ടല്ലേ സുധിയുടെ കൂടെ കൂടിയത്, അല്ലാതെ നീ ഇയാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടൊന്നുമില്ല. പൈസ കയ്യിൽ വന്നപ്പോൾ നീ സ്ഥലം വിട്ട് കളഞ്ഞു, എന്നിട്ട് ട്രൂ ലവ് ആണെന്ന്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ഞാൻ ഇവൻ്റെ കൂടെ 6 മാസം ഒരുമിച്ച് കഴിഞ്ഞതാ ഒരു വീട്ടിൽ. അപ്പോഴും ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ പൈസക്ക് വേണ്ടിയായിരുന്നില്ലേ, നിന്നെയൊക്കെ വിളിക്കേണ്ട പേര് വേറെ ആടി എന്നൊക്കെ പറയുമ്പോഴേക്കും നീലിമയും അതിനനുസരിച്ച് മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര വാക്തർക്കങ്ങളാണ്. അപ്പോൾ പോലീസുകാരൻ ചീത്ത പറയും, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തല്ലുപിടിച്ചുകൊണ്ടിരുന്നാൽ ഞങ്ങൾ പിന്നെ ഇവിടെ എന്തിനിരിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാനാണ് ഞങ്ങളുള്ളത്, രണ്ടുപേരും അവിടെ പോയി ഇരുന്നേന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ അടക്കിക്കൊണ്ടുവന്ന സീറ്റിൽ തന്നെ ഇരുത്തുവാണേ. നീലിമ പറയും, എനിക്ക് പൈസയൊന്നും കൊടുക്കാൻ പറ്റില്ല സാർ, ഇവൻ എന്നെ പറ്റിച്ചതിനുള്ള കോമ്പൻസേഷനാണ് ആ പണം, ഞാൻ അത് തിരിച്ചു കൊടുക്കില്ല എന്നുള്ള ഉറച്ച വാശിയിലാണ് നീലിമ. അത് കേട്ട് ഞെട്ടിരിക്കുവാണേ ശ്രുതിയും. പിന്നെ കാണിക്കുന്നത് രേവതി ഇങ്ങനെ വിഷമിച്ച് പുറത്ത് സ്കൂട്ടറും പിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പോഴേക്കും സച്ചി എത്തുവേ. സച്ചി പുറത്തിറങ്ങിയതും രേവതിയെ ഭയങ്കര ചീത്ത പറച്ചിലാണ്, എന്താ രേവതി നോ പാർക്കിങ്ങിൽ കൊണ്ടേ വണ്ടി നിർത്തിയിട്ട്? അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ അറിയാതെ ചെയ്തതല്ലേ സച്ചേട്ടാ. എന്തറിയാതെ? നിനക്ക് ഇത് തന്നെയാണ് എപ്പോഴും പണി. അന്നൊരു ഓട്ടോറിക്ഷയാണ് ഇങ്ങനെ നോ പാർക്കിംഗ് കൊണ്ടുപോയിട്ടിട്ട് അയാൾക്ക് ഫൈൻ ഞാനാ കൊടുത്തത്, ഇപ്പോൾ ദേ വീണ്ടും നോ പാർക്കിങ്ങിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുന്നു, നിനക്കെന്താ കണ്ണ് കാണില്ല രേവതി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ നല്ലോണം ചീത്ത പറയുവാണ് സച്ചി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സോറി സച്ചേട്ടാ, ഞാൻ നിങ്ങളത് മേടിച്ചു തന്ന വണ്ടി എനിക്ക് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ പറ്റില്ല, എൻ്റെ തെറ്റാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സച്ചിയേട്ടെന്ന് പറയുമ്പോൾ സച്ചി പറയും, എനിക്കും അറിയില്ല, ഇനി ഇത് കോടതിയിൽ പോയി മേടിക്കേണ്ടി വരുമോ എന്നാണ് എൻ്റെ ചിന്ത എന്ന് പറയുമ്പോൾ രേവതിക്ക് ഒന്നുകൂടെ ടെൻഷനാവേ. കോടതിയോ? സച്ചിയേട്ടൻ എന്താ മേടിച്ച് തന്ന വണ്ടി? പിന്നെ അതിനെപ്പറ്റി പറയുമ്പോൾ സച്ചി പറയും, ഇതെന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല, എപ്പോഴും ഈ സച്ചിയേട്ടൻ മേടിച്ച് തന്ന വണ്ടി എന്ന് എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വാ നമുക്ക് അവരോട് പോയി ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞ് പുറത്തിരിക്കുന്ന ഒരു കോൺസ്റ്റബിളിനോട് ചോദിക്കുവാണേ, സാർ ഈ വണ്ടി ഞങ്ങളുടെയാണ് സാർ, എടുത്തോണ്ട് വന്നു എന്ന് പറയുമ്പോഴേക്കും കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, അത് പിന്നെ നോ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടാൽ എടുത്തോണ്ട് വരില്ലേ സാർ, എൻ്റെ ഭാര്യ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുകയാണ്, അവർക്ക് അറിയില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും, അറിയാതെ ചെയ്തു പോയതാ, ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോഴേക്കും കോൺസ്റ്റബിൾ ഉണ്ടോ പറയുന്നു, അയാൾ പറയുന്നു ട്രാഫിക് SI വന്നിട്ടില്ല, അയാൾ വന്നാൽ ഇതിന് തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ രേവതി പറയും, സാർ വണ്ടിയിൽ പൂവൊക്കെ ഉണ്ട്, അതെനിക്ക് എല്ലായിടത്തും എത്തിക്കാനുള്ളതാ, ഒന്ന് താ സാർ എന്ന് പറയുമ്പോൾ അയാൾ വിട്ടുകൊടുക്കുന്നില്ല. അയാൾ പറയുന്നത് രേവതിയോട് പൂ എടുത്തോണ്ടും പോയി, പൂ മാത്രം എടുത്തോണ്ടും പോയിക്കോ, വണ്ടി ഇവിടെ തന്നെ കിടക്കും എന്നാ പറയുന്നത്. അപ്പോൾ തന്നെ രേവതി പറയുവേ, കൊള്ളക്കാരെയൊക്കെ വെറുതെ വിടുന്നുണ്ട്, ഈ ചെറിയ വ്യാപാരം നടത്തുന്ന ഞങ്ങളെ വെറുതെ വിട്ടാൽ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും പോലീസുകാരനെ ദേഷ്യം വരും, നിങ്ങളെന്താ ഞാനെന്തോ കൊള്ളക്കാരായിട്ട് കണക്ഷൻ ഉള്ള പോലത്തെയൊക്കെ വർത്താനം പറയുന്നതെന്ന് പറയുമ്പോൾ സച്ചിക്കും ദേഷ്യം വരും, രേവതി നീ ഒന്നും മിണ്ടാതിരി രേവതി, ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ പറയുവാണ് സച്ചിയോട്. സാർ SI എപ്പോൾ വരുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, വരുമ്പോൾ വരും എന്ന് പറഞ്ഞാൽ അവരെ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തുവാണ്. ഇതേ സമയം അകത്ത് വീണ്ടും നീലിമയുടെയും സുധിയുടെയൊക്കെ വാക്തർക്കങ്ങൾ കാണിക്കുവാണ്. നീലിമ അപ്പോഴും പറയുന്നത്, സുധിയാണ് എന്നെ പറ്റിച്ചത്, സുധി എന്നെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ വേറെ പെണ്ണിനെ കെട്ടി ജീവിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരൻ പറയും, 50 ലക്ഷം തന്ന് നിന്നെ കാനഡയിലോട്ട് പറഞ്ഞു വിട്ടിട്ട് ഇവൻ ഇവിടെ പറ്റിച്ച് സുഖമായിട്ട് ജീവിക്കാൻ വട്ടാണോ മോളെ, ആ പൈസ അടിച്ചുകൊണ്ടും പോയത് നീ തന്നെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, മര്യാദക്ക് ആ പൈസ കൊടുത്തു എന്ന് പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, ഞാൻ കൊടുക്കത്തില്ല സാർ, അവൻ്റെ കൂടെ ഞാൻ 6 മാസം കഴിഞ്ഞതാ, അതിനുള്ള കാശായിട്ട് ഇത് കണക്കാക്കിക്കുമെന്ന് പറയുമ്പോഴേക്കും SI പറയുന്നുണ്ട്, നീ എന്ത് വർത്തമാനമായി പറയുന്നത്, പക്ഷേ ഇതിനെയൊക്കെ പറയുന്ന പേര് വേറെയാണെന്ന് പറയുമ്പോഴേക്കും ലോയർ വിളിച്ചുകൊണ്ടും പോവേ, എന്താ നീലിമ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാനത് എങ്ങനെയെങ്കിലും സംസാരിച്ച് ശരിയാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പൈസ തരുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ സാർ ഒരു കേസ് രജിസ്റ്റർ ചെയ്യും സാർ, ഇവള് പറ്റിച്ചുകൊണ്ടും പോയതിൻ്റെ, അപ്പോൾ പിന്നെ ഞങ്ങൾ കോടതിയിൽ തെളിയിച്ചോളാം, ഇവള് കള്ളത്തരം തെളിയിക്കുന്ന എല്ലാ രേഖകളും ഞങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോഴേക്കും നീലിമ ഒന്ന് പേടിക്കുവേ, കാരണം കേസൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നീലിമയ്ക്ക് പിന്നീട് തിരിച്ചു പോകാൻ പറ്റത്തില്ല കാനഡയിലോട്ട്. സച്ചിൻ രേവതിയും അതിൻ്റെ ഇടയ്ക്ക് പുറത്തിരുന്ന് ഭയങ്കര വർത്താനമാണ്. രേവതിക്ക് ഭയങ്കര ടെൻഷൻ, കരച്ചിലും പിഴിച്ചിലും, ഞാൻ കാരണം എൻ്റെ വണ്ടി പോയി, എനിക്കൊരു സ്വയം തൊഴിൽ ചെയ്യാനുള്ള ഭാഗ്യം ദൈവം തന്നിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരും. എല്ലാത്തിനെയും ദൈവത്തിനെ കുറ്റം പറയുന്നത് എന്തിനാ, നോ പാർക്കിങ്ങിൽ കൊണ്ടേ വണ്ടി പാർക്ക് ചെയ്തിട്ട് ദൈവത്തിനെ കുറ്റം പറയുന്നു, നീ നോക്കിയും കണ്ടും ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ഞാൻ ഒന്നിനും കൊള്ളാത്തവളാ സച്ചിയേട്ടാ, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇമോഷണൽ ആവുകയാണ്. അപ്പോൾ സച്ചി സമാധാനിപ്പിക്കുന്നുമുണ്ട്. രേവതി പറയും, ഞാൻ കാരണം സച്ചിയേട്ടൻ്റെ ഓട്ടവും പോയല്ലേ എന്ന് പറയുമ്പോൾ സച്ചി പറയും, ആ പോയി, എന്നാൽ ഞാൻ ഓട്ടത്തിന് പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ രേവതി പറയും, ആ പോയിക്കോ, എത്രയൊക്കെ നേരം വൈകിയാലും ഞാൻ ഈ വണ്ടിയും കൊണ്ടേ വരുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഒന്നും മിണ്ടാതിരി രേവതി, എനിക്ക് നീയാണ് മുഖ്യം, നമ്മൾ ഒന്നിച്ച് ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോകത്തുള്ളൂ എന്ന് പറയുവാണ് സച്ചി. പിന്നെയും കാണിക്കുന്നത് നീലിമയാണ്, സാർ എനിക്കവിടെ ഞാനൊരു പ്രോപ്പർട്ടി മേടിക്കാൻ വേണ്ടി വന്നതാണ്, എനിക്കതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് നാളെ തന്നെ കാനഡയിലോട്ട് തിരിച്ചു പോകണം, ഞാനവിടെ ഒരു ബിസിനസ് നടത്തുവാണ് സാർ, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, കണ്ടോ ഇവൻ്റെ കയ്യിൽ നിന്ന് പൈസയൊക്കെ അടിച്ചു മാറ്റിയിട്ട് അവൾ അവിടെ സുഖമായിട്ട് ജീവിക്കുകയാണ് ബിസിനസ്സൊക്കെ നടത്തിയിട്ട്, ഇതൊക്കെ കണ്ട് ഞങ്ങൾ വെറുതെ ഇരിക്കണോ സാർ, പറ്റില്ല സാർ, പൈസ തരാണ്ട് ഇവളെ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല എന്ന് ശ്രുതി പറയുവാണ്. അപ്പോൾ ലോയർ പറയുന്നുണ്ട്, സാർ മാഡം പോയിക്കോട്ടെ, മാഡം പോയിട്ട് വേറെ തിരിച്ചു വരുമ്പോഴേക്കും ഈ ക്യാഷൊക്കെ സെറ്റ്
സെറ്റിൽ ചെയ്യുവാണ്, ഇപ്പം അർജൻറ്റ് ആയതുകൊണ്ടല്ലേ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഇല്ല ഇല്ല, ഇപ്പം ഇവളെ വിട്ട് കഴിഞ്ഞാൽ ഇവൾ വേറെ രാജ്യത്തോട്ടൊക്കെ കടന്നു കളയും, വിടുന്ന പ്രശ്നമില്ല, പൈസ ഇവിടെ വെക്കാണ്ട് ഇവൾ ഈ സ്റ്റേഷൻ വിട്ട് പോകില്ല എന്ന് പറയുവാണ് ശ്രുതി. അപ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് പരിചയമുള്ളൊരു പോലീസുകാരൻ അവിടെ ഉണ്ടാവുക. അയാളോട് ചോദിക്കുന്നുണ്ട്, വണ്ടി ഇങ്ങനെ ഭാര്യ അറിയാതെ നോ പാർക്കിങ്ങിൽ കൊണ്ട് പാർക്ക് ചെയ്തു സാർ, SI എപ്പോൾ വരും, ട്രാഫിക് SI എപ്പോൾ വരും എന്ന് പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, ഓ നോ പാർക്കിംഗ് അല്ല, നോക്കണ്ടേ മോളെ, സാർ എപ്പോൾ വരും എന്നൊന്നും അറിയത്തില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം, അയാൾ വന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് സച്ചിയോട് പറയുവാണ്. ഫൈൻ കെട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് വണ്ടി എടുത്തോണ്ടും പോകാമെന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് സമാധാനമാവുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്തോ, ഞാൻ അകത്ത് പണിയുണ്ട്, അത് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ വരാം, SI വരുമ്പോൾ വരാം എന്ന് പറഞ്ഞ് പോകുവാണ്. നീലിമ അതേസമയം വീണ്ടും വാദിക്കുകയാണ്, എനിക്ക് പോകണം സാർ, ഞാൻ പ്രോപ്പർട്ടി മേടിക്കാൻ വേണ്ടി വന്നതാണ്, അതിനു വേണ്ടി വന്നതാണ്, എനിക്ക് പോയേ എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരൻ പറയും, പെണ്ണായതുകൊണ്ടാണ് ഞാൻ ഇത്ര മാന്യമായിട്ട് സംസാരിച്ചത്, ഇവരുടെ പൈസ നിങ്ങൾ പറ്റിച്ചുകൊണ്ടും പോയതെന്ന് 100% ഉറപ്പാണ്, മര്യാദക്ക് ആ പൈസ കൊണ്ട് തിരിച്ചു കൊടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് പോയി കഴിഞ്ഞാൽ കോടതി മൂലമേ നിങ്ങൾക്ക് പൈസ തെളിഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വരും, ചതിച്ചതിനെ നിങ്ങളെ പിടിച്ച് ജയിലിലിടത്തും ചെയ്യും, പിന്നെ നിങ്ങൾ പ്രോപ്പർട്ടി മേടിക്കാൻ പോകാമെന്ന് പറഞ്ഞില്ല, അതൊന്നും നടക്കത്തില്ല, കാനഡയിലും പോകാനും നിങ്ങൾക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നീലിമ ഒന്ന് പേടിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സാർ അന്ന് എളുപ്പം അങ്ങനെ ചെയ്യും, ഇവളെ ലോക്കപ്പിലിട്, കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും വക്കീൽ പറയുന്നുണ്ട്, സാർ എന്തെങ്കിലും ഒന്ന്. അപ്പോൾ പോലീസ് പറയാം, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, അവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുമെന്ന് പറയുവാണ്. അപ്പോൾ ലോയർ നീലിമയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്, 2 മിനിറ്റൊക്കെ ചോദിച്ചിട്ട്. സച്ചിൻ രേവതിയും പുറത്തിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.